സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിലെ തിരുനാവായിക്കടുത്താണ്. അവിടെ നിലയുടെ തീരത്താണ്. അപ്പോൾ ഇന്ന് കാണാൻ പോകുന്ന ഒരു ഭയാനകമായ കിണർ കാണാൻ പോവുകയാണ്. ആ കിണറിൻ്റെ ചരിത്രം എന്താണെന്ന് വെച്ചാൽ, മാമാങ്ക സമയത്ത് സാമൂതിരിയെ വധിക്കാൻ വേണ്ടി വന്നിരുന്ന കോനാതിരിയുടെ വീരസൈനികരെ ശവകുടീരമായാണ് കണക്കാക്കപ്പെടുന്നത്. അതും അവരെ ആനയെ കൊണ്ട് വലിച്ചഴിച്ച് ചവിട്ടി താഴ്ത്തുകയെന്ന് ആണ് പറയുന്നത് ചരിത്രത്തിൽ. അവിടെ എഴുതി വെച്ച ഐതിഹ്യം അങ്ങനെയാണ്. അപ്പോൾ ഏതായാലും അവിടെ ഒന്ന് പോയി നോക്കാം. അപ്പോൾ ഞാൻ അവിടെ എത്തിയ സമയത്ത് അവിടെ ആരുമില്ല. ഗേറ്റ് അങ്ങനെ തുറന്നിട്ടിട്ടുണ്ട്. അങ്ങനെ പതുക്കെ ഉള്ളിൽ കയറി. അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, കാലത്ത് 9:30 മുതൽ 5 വരെ പ്രവേശനം സൗജന്യമാണ്. പതുക്കെ ഉള്ളിൽ കയറിയ സമയത്ത് ആരുമില്ല. അപ്പോൾ ഈ പഴയ കഥകളൊക്കെ കേട്ടുകൊണ്ട് നമുക്ക് ചെറിയൊരു അസ്വസ്ഥതയും പിരിമുറുക്കമൊക്കെ തോന്നി. അപ്പോൾ എത്ര വീരസൈനികരായിരിക്കും ഇവിടെ ആനയെ കൊണ്ട് ചവിട്ടി താഴ്ത്തിച്ചിട്ടുണ്ടാവുക എന്നൊക്കെ ഉള്ളത്. അതിൻ്റെ ചുറ്റും ഞാനൊന്ന് കണ്ണോടിച്ചു, ഒന്ന് നടന്നു. അപ്പോൾ അതിൻ്റെ അടിയിലേക്ക് ഇങ്ങനെ ഒരു കമ്പിവേലി പോലെ കെട്ടി വളരെ നന്നായി നീറ്റായിട്ട് കൊണ്ട് നടക്കുന്നുണ്ട് കേട്ടോ. ആ പ്രദേശം വളരെ വൃത്തിയിലും വെടിപ്പോടും കൂടിയിട്ട് അവർ അത് പരിപാലിച്ചിട്ടുണ്ട്, പുരാവസ്തു വകുപ്പ്. അങ്ങനെ ഞാൻ പതുക്കെ താഴേക്ക് ഇറങ്ങിയ സമയത്ത് എനിക്കിങ്ങനെ പല കാര്യങ്ങളും ഓർമ്മ വന്നു. എത്ര വീരസൈനികരെയും ഇവിടെ അടക്കിയിട്ടുണ്ടാവുക, അവർക്കൊരു പരിഗണന ഇല്ലാതെ എന്നൊക്കെ ഉള്ള. ഈ വന്ന കൂട്ടത്തിൽ ഒരു 16 വയസ്സുകാരൻ ചന്ദ്രോത്ത് ചന്തുണ്ണി എന്ന് പറഞ്ഞ ഒരാൾ, ഒരു ചെറിയ കുട്ടി വെട്ടി അവസാനം സാമൂതിരിയുടെ അടുത്ത് വരെ എത്തുകയും ഭയന്നുപോയ സാമൂതിരി ഒഴിഞ്ഞു മാറുകയും ചെയ്തു എന്നൊക്കെയാണ് ചരിത്രം പറയുന്നത്. അപ്പോൾ എത്ര വീരപുരുഷന്മാരായിരിക്കുമല്ലേ. ആ വീരരുടെ ഓർമ്മയ്ക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞാൻ പതുക്കെ തിരിച്ചു നടന്നു. അപ്പോൾ ഈ ചെറുവിവരണം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ.